ഹരി റെഡിയായില്ലേ? വല്യച്ഛൻ ചോദിക്കുമ്പോൾ ലച്ചു മുകളിലേക്ക് നോക്കി. റെഡിയായി ഇറങ്ങുന്നത് കാണാനില്ല. അവൾ റയൻഷിനെ നോക്കി. ഫോണിലേക്ക് നോക്കി സെറ്റിൽ ഇരിക്കുന്നുണ്ട്. അവിടെ നടക്കുന്നതൊന്നും അവനെ ബാധിക്കുന്നില്ലെന്ന പോലെയാണ് ഇരിപ്പ്. എല്ലാവരും പോകാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്. ഹരി മാത്രം വന്നാൽ മതി. ഹരി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് നീണ്ടു. ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. മുടിയൊന്നും ഒരു വൃത്തിക്ക് ഒതുക്കിയിട്ടില്ല. ആ പുതിയ ഷർട്ടിടായിരുന്നു. ഈ ഷർട്ട് കുറേ ആയില്ലേ? ഇത് മതി, ഇത് തന്നെ അധികമാണ്. ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. താടിയും മുടിയൊക്കെ ഒതുക്കായിരുന്നു. അധികമൊന്നും വളർന്നിട്ടില്ലെങ്കിൽ പോലും ഒന്ന് ഷേപ്പാക്കിയാൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാകുമെന്ന അഭിപ്രായത്തിൽ വല്യച്ഛന്റെ മോള് പറഞ്ഞു. കല്യാണമൊന്നും അല്ലല്ലോ, ഒരു പെണ്ണ് കാണലല്ലേ, ഇങ്ങനെയൊക്കെ മതി. ഹരി താല്പര്യമില്ലാതെ പറഞ്ഞിട്ട് തലമുടി നൂലച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. റയാൻ ഫോണിൽ നിന്ന് മുഖം ഉയർത്തി ഹരിക്കൊന്ന് നോക്കി. അവൻ പോന്നു നോക്കി സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ലച്ചുവിനും ചേർത്ത് പിടിച്ച് അവനും പുറത്തേക്ക് നടന്നു. വെല്ലച്ചനും വല്യമ്മയും അവരുടെ ഒരു മകളും പിന്നെ ലച്ചും റയൻഷുമാണ് പോകുന്നത്. രണ്ട് കാറിലായി അവർ പെണ്ണ് കാണാൻ ഇറങ്ങി. റയൻഷ് ഡ്രൈവിംഗ് സീറ്റിലും ഹരി കോ ഡ്രൈവിംഗ് സീറ്റിലും ലച്ചു ബാഗിലുമായിട്ടാണ് ഇരുന്നത്. നീ കുഞ്ഞെ വിളിച്ചില്ലേ? മിററിൽ കാണുന്ന ലച്ചുവിനെ മുഖത്തേക്ക് നോക്കി റയാൻഷ് ചോദിച്ചു. അതുവരെ പുറത്തെ കാഴ്ചയിലേക്ക് കണ്ണു നട്ടിരുന്നവൻ മുഖം ചേരിച്ചുകൊണ്ട് റയാൻഷിനെയും പിന്നെ ലച്ചുവിനെയും നോക്കി. ഞാൻ കുഞ്ഞെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇന്നലെ രാത്രി മുതൽ ട്രൈ ചെയ്യുന്നതാ, കിട്ടിയില്ല. അവസാനം ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾക്ക് വയ്യ, തലവേദനയാണ്, കിടക്കുവാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചില്ല, വയ്യാനിട്ടാവും. ലച്ചു പറയുമ്പോൾ റയാൻഷ് കടുപ്പത്തിലൊന്ന് മൂളി. ഹരിനോട്ടം വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്കാക്കി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ചു കഴിഞ്ഞിട്ടും രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ലച്ചു അവിടെ സീറ്റിലേക്ക് ചാരി അവൾക്ക് നടുവിലായി മുഖം വെച്ചുകൊണ്ട് ചോദിച്ചു. ഹരിയും റയാൻഷും ഒരുപോലെ അവളെ നോക്കി. ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലേ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഹരി ചീരിയോടെ പറഞ്ഞുകൊണ്ട് അവരെ തല കൊണ്ട് പതിയെ ലച്ചുവിനെ തലയിൽ ഒന്ന് മുട്ടിച്ചു. ലച്ചു ചിരിച്ചു. അതാണ്, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല. എൻ്റെ ഉള്ളിലുള്ള അഭിപ്രായം ആവില്ലല്ലോ നിന്റെ ഏട്ടൻ്റെ ഉള്ളിൽ. അവന്റെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും വേറെ ആവില്ലേ? അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് മാത്രം. റയാൻഷ് പറയുമ്പോൾ ഹരി അവനെ നോക്കി. എന്തോ ഉള്ളിൽ വെച്ച് പറയുന്ന പോലെ ഒരു തോന്നൽ. ചിലപ്പോൾ തോന്നലാവാം. ലച്ചു രണ്ടുപേരെയും മാറി മാറി നോക്കി. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ റയാൻഷ് കൂടെ ഉണ്ടാവില്ലെന്നും ഹരിയുടെ കാർ അവൻ ഡ്രൈവ് ചെയ്യില്ലെന്നും ലച്ചുവിനും തോന്നി. മുന്നിൽ പോകുന്ന വല്യച്ഛൻ്റെ കാർ നോക്കിയാണ് റയാൻഷ് ഡ്രൈവ് ചെയ്യുന്നത്. അവിടെ കാർ വാലി ഒരു ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയതും റയാൻഷും കാർ അതിനകത്തേക്ക് ഓടിച്ചു കയറ്റി. മകന് വേണ്ടി വല്യച്ഛൻ്റെ ആലോചന ബന്ധം അത്ര താരക്കേടില്ല. കാർ നിർത്തി സീറ്റ് ബെൽറ്റ് അഴിക്കുമ്പോൾ റയാൻഷ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. ലച്ചുവും ഹരിയും പരസ്പരം ഒന്ന് നോക്കി. ആ വീടും ചുറ്റുപാടും കണ്ടാൽ തന്നെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാം. ഹരി ഒന്നും മിണ്ടിയില്ല. ഒരു മരവിച്ച മനസ്സുമായി അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തിനാ ഓരോന്നും പറഞ്ഞ് ഏട്ടനെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ലച്ചു പറഞ്ഞതിന് അവളെ നോക്കാതെ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ കാറിൽ നിന്നും ഇറങ്ങി. പിന്നാലെ അവൻ പറഞ്ഞത് മനസ്സിലാവാതെ ലച്ചുവും ഇറങ്ങി. അപ്പോഴേക്കും വല്യച്ഛനും വല്യമ്മയും ഒക്കെ കാറിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നും ആരൊക്കെ വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. വല്യച്ഛന് ഹരി കാണിച്ചു കൊടുത്തതും ഒരു ചെറുപ്പക്കാരൻ ഹരിയുടെ നേരെ കൈ നീട്ടി. ഹായ്, ഞാൻ നിധി. നിത്യ എന്റെ പെങ്ങളാണ്. നിത്യന്ന് മെൻഷൻ ചെയ്ത് പെണ്ണ് കാണാൻ വന്ന പെൺകുട്ടി ആകുമെന്ന് തോന്നിയത് കൊണ്ടാവാം ഹരി നിതിന്റെ കയ്യിൽ പിടിച്ച് കുഴുകിക്കൊണ്ട് ചിരിച്ചു. ശേഷം ആ കൈ വിട്ടു. അപ്പോഴേക്കും എല്ലാവരും ഹരിയുടെ അടുത്തേക്ക് വന്നു. ഇതിന്റെ പെങ്ങളും ഇതിന്റെ അളിയനുമാണ്. ഹരിയുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവരെ മുന്നിൽ നിൽക്കുന്നവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഹരി പറഞ്ഞു. വരൂ, അകത്തേക്ക് വരൂ. കൂട്ടത്തിലെ ഒരു സ്ത്രീ പറഞ്ഞതും അവരെല്ലാവരും അകത്തേക്ക് നടന്നു. അകത്തേക്ക് നടക്കുമ്പോൾ ലച്ചു ചുറ്റു നോക്കി. അവരുടെ വീടിനേക്കാൾ വലുപ്പമുള്ള വീട്. ഹാളിലേക്ക് കടന്നതും ഹരി തിരിഞ്ഞ് നടന്നാലൊന്ന് കരുതി. അത്രയും ആളുകളുണ്ട്. എന്താ ഇത്? ഒരേ ഒരു അളിയനായി ഞാൻ അറിയാതെ നീ നിശ്ചയം ഉറപ്പിച്ചോ? ഹരിയുടെ ചെവിയിൽ റയാൻഷ് അടക്കം ചോദിച്ചതും ഹരി പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. അല്ലാതെ തന്നെ ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെയാണ് അവന്റെ ഭാരൽ. ഇരിക്ക്. ഹരി നോക്കി ആരെയോ പറഞ്ഞതും അവനൊരു കൈയിൽ ലച്ചുവിന്റെ കൈയും ഒരു കൈയിൽ റയാൻഷിന്റെ കൈയും പിടിച്ചുകൊണ്ട് സെറ്റിലേക്ക് ഇരുന്നു. അവന്റെ ഇടവും വലവും ലച്ചുവും റയാൻഷും ഇരുന്നു. എല്ലാവരും പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ ഹരിയും റയാൻഷും മാത്രം ഒന്നും മിണ്ടാതെ ഇരുന്നു. അവരോടായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം പലതും പറയും. മോളെ വിളിക്കാം അല്ലേ? എന്തെങ്കിലും ഇരുന്ന് സമയം കളഞ്ഞിട്ട്. ചിരിയോടെ നിത്യയുടെ അച്ഛൻ ചോദിച്ചപ്പോൾ വല്യച്ഛൻ സമ്മതം കൊടുത്തു. ഒരു സ്ത്രീ അകത്തേക്ക് പോയി. പിന്നാലെ കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും ഒക്കെ ഓരോരുത്തർ വന്നു. നട്ട്സ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ സ്വീറ്റ്സ്, അങ്ങനെയുള്ളതൊക്കെ അവിടെ മുന്നിൽ നിറഞ്ഞു. അവർക്കൊക്കെ പിന്നാലെ കുടിക്കാനുള്ള ജ്യൂസുമായി ഒരു പെൺകുട്ടി കടന്നു വന്നു. ലച്ചു ഹരിയുടെ മേൽ തുടയിൽ പതിയെ തട്ടിയതും
അവൻ മുഖം ചേരിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കി. ഒരു ചെറുചീരിയോടെ ഇരിക്കുന്ന ലച്ചുവിനെ നോക്കിക്കൊണ്ട് അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ഒരൊറ്റ നോട്ടം നോക്കിയപ്പോൾ തന്നെ അവൻ നോട്ടം മാറ്റി. പിന്നെ നോക്കിയില്ല. എന്താ നോക്കാൻ തോന്നിയില്ല. നേരെ നോക്കിക്കോ, ജീവിതകാലം മുഖം കാണേണ്ട മുഖമാണ്. കൂട്ടത്തിൽ നിത്യയുടെ ആരോ ഉറക്കെ പറയുമ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്ന ഭാവത്തോടെ ഹരി ചുറ്റും വന്ന് നോക്കി. പറഞ്ഞ ആളെ അറിയാത്തത് കൊണ്ട് അങ്ങോട്ട് തുറച്ചു നോക്കിയില്ല. ജ്യൂസ് എടുക്കേട്ടാ. ലച്ചു ഹരിയുടെ കാൽത്തൊടിയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും ഹരി മുഖം ഉയർത്തി ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ആ കുട്ടി ചിരിച്ചു കൊടുത്തപ്പോൾ അതുപോലെ ഒരു ചിരി തിരിച്ചും കൊടുത്തുകൊണ്ട് അവനൊരു ഗ്ലാസ് കൈ നീട്ടിയെടുത്തു. പെൺകുട്ടി എല്ലാവർക്കും ജ്യൂസ് കൊടുത്ത ശേഷം ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്കിരുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്, 2 പെണ്ണും ഒരാണും. ഞങ്ങളുടെ 3ാമത്തെ കുട്ടിയാണ് നിത്യമോൾ. പഠിച്ചതൊക്കെ പുറത്താണ്. അതുകൊണ്ട് ഇനിയുള്ള ജോലിയൊക്കെ ഇവിടെ മതിന്ന് ഞങ്ങൾക്കൊരു വാശി. വിവാഹം കഴിപ്പിക്കുന്നത് അടുത്താകുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമാണല്ലോ. അതുകൊണ്ടാണ് ഈ പ്രപ്പോസൽ വന്നപ്പോൾ ഒന്നും നോക്കാതെ ഞങ്ങൾ സമ്മതം പറഞ്ഞത്. ഇനി വിവാഹം കഴിഞ്ഞിട്ട് എന്താണാവോ അതുപോലെ രണ്ടുപേരും തീരുമാനിക്കട്ടെ. ഒരു കാരണം കൊണ്ടും ഇനി ഈ വിവാഹം മുടങ്ങാൻ പോകുന്നില്ലെന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. അതിനെന്താ, അതൊക്കെ നമുക്ക് തീരുമാനിക്കാലോ. ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ഹരിയുടെ വല്യച്ഛൻ പറയുമ്പോൾ ഹരി വേണ്ടെന്ന രീതിയിൽ സെറ്റിയിലേക്ക് അമർന്നിരുന്നു. പോയി സംസാരിച്ചിട്ട് വാ. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പെണ്ണ് കണ്ടലിന് ഇതോടെ ഒരു തീരുമാനമാക്കിയിട്ട് വാ. ചെല്. സെറ്റിയിലേക്ക് അമർന്നിരുന്ന ഹരിയുടെ കയ്യിൽ പിടിച്ച് തള്ളിക്കൊണ്ട് റയാൻഷ് ഹരിയുടെ ചെവിയിൽ പറയുമ്പോൾ ഹരി ദയനീയമായി റയാൻഷിനെ നോക്കി. മോനെ ഹരി, ചെല്, പോയി സംസാരിച്ചിട്ട് വാ. വല്യച്ഛനും കൂടി നിർബന്ധിച്ചതും ഹരി പതിയെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ആ പെൺകുട്ടി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് നടക്കാൻ തിരിയുമ്പോൾ ഹരി പുറത്തേക്ക് നടന്നിരുന്നു. അവരെന്ന് നോക്കിക്കൊണ്ട് ആ കുട്ടി ഹരിയുടെ പിന്നാലെ നടന്നു. അവർ പോന്ന് നോക്കി ബാക്കിയുള്ളവർ മറ്റു ചർച്ചയിലേക്കും കടന്നു. ഹരി പുറത്തേക്കിറങ്ങി നേരെ പോയത് അവന്റെ കാറിന്റെ അടുത്തേക്കാണ്. കാറിൽ ചേർന്ന് പിന്നിൽ നടന്നു വരുന്ന പെൺകുട്ടി അവൻ നോക്കി. നല്ല വൃത്തിയിൽ ഒതുക്കിയെടുത്ത സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് പതിയെ നടന്നു വരുന്നുണ്ട്. കാറിൽ ചാരി നിൽക്കുമ്പോൾ അവൻ ആ പെൺകുട്ടി അടിമുടി നോക്കി. മുട്ടോളം വരുന്ന മുടി അത് വിടർത്തിയിട്ടിട്ടുണ്ട്. ബാക്കി മേക്കപ്പും. ഹരി ആ കുട്ടി നോക്കി നിൽക്കുമ്പോൾ റയാൻഷ് കുറച്ചു മുൻപ് അവനോട് പറഞ്ഞ ഡയലോഗാണ് അവൻ ഓർമ്മ വന്നത്. ഒരേ ഒരു ആളികനായി ഞാൻ അറിയാതെ നിന്റെ നിശ്ചയം എന്ന ഡയലോഗ്. ആർക്കായാലും അങ്ങനെ തോന്നും. വീട്ടിലെ ആളുകളും വീട്ടിൽ കുട്ടിയും അതുപോലെയാണ്. ഹായ്. മുന്നിൽ വന്നു നിന്ന് ആ കുട്ടി കൈ നീട്ടിയപ്പോഴാണ് ഹരി അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റി ആ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് നോക്കിയത്. ഹരി അവന്റെ നെഞ്ചിൽ കെട്ടിവെച്ച കൈ അയച്ചുകൊണ്ട് അവളുടെ കയ്യിൽ കൈ ചേർത്തു. ഹായ്, ഐ ആം നിത്യ. ഞാൻ ഹരിശ്രീ. അതും പറഞ്ഞുകൊണ്ട് ഹരി അവന്റെ കൈ വിടുവിച്ചു. നിത്യ ഹരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ നോട്ടം മാറ്റി. നിത്യ എപ്പോഴും സാരിയാണോ? അവളായിട്ടൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹരി അങ്ങോട്ട് കയറി ചോദിച്ചു. നിത്യ മനസ്സിലാവാതെ അവനെ നോക്കി. അല്ല, വല്യച്ഛൻ കാണിച്ചു തന്ന ഫോട്ടോയിലും നിത്യ സാരിയായിരുന്നു. ഇപ്പോഴും സാരിയാണ്, അതാണ് ചോദിച്ചത്. എപ്പോഴും സാരിയാണോ? നിത്യയുടെ സംശയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഹരി അവന്റെ ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കി. അയ്യോ അല്ല, എപ്പോഴും സാരിയൊന്നുമല്ല, പക്ഷേ ഉടുക്കാൻ ഇഷ്ടമാണ്. ഇന്ന് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ, അപ്പൊ സാരിന്ന് തുടങ്ങാമെന്ന് കരുതി. നന്നായിട്ടില്ലേ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അല്ലെങ്കിലും ആ വാക്കിനപ്പുറത്തേക്കുള്ള മറുപടി പ്രതീക്ഷിച്ചതുകൊണ്ടാവാം നിത്യയുടെ മുഖം ഹരിയുടെ വാക്കിൽ വല്ലാതെ മങ്ങിപ്പോയത്. നിത്യ പുറത്തൊക്കെ പോയി പഠിച്ച കുട്ടിയല്ലേ, ഞാൻ കുറച്ചുകൂടെ മോഡൽ പ്രതീക്ഷിച്ചു. ഇതിപ്പോ എന്റെ പ്രതീക്ഷകളെ പാടെ തകർത്തു. ഹരി പറഞ്ഞത് നിത്യ മുഖമുയർത്തി അവനെ നോക്കിയത്. അവന്റെ കണ്ണുകൾ അവളെ ചുണ്ടിൽ പതിഞ്ഞു. കടൻ ചുവപ്പൻ നിറത്തിൽ ലിഫ്റ്റിക്ക് തേച്ച് പിടിപ്പിച്ച ചുണ്ടുകൾ. അവൻ ചുണ്ട് കോട്ടിക്കൊണ്ട് നോട്ടം മാറ്റി. ഹരിയുടെ ഹരിയേട്ടന്റെ വല്യച്ഛൻ. സാറില്ല, നാവിന് വഴങ്ങുന്നത് വിളിച്ചോളൂ. ഹരി എന്ന് പറഞ്ഞത് അവൾ തിരുത്തി. ഹരിയേട്ടൻ തിരുത്തുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, വയസ്സിന് മുതിർന്നവരെ ബഹുമാനിച്ചുകൊണ്ട് വിളിക്കണ്ടേ, അതല്ലേ മര്യാദ. ആ മര്യാദ പേര് വിളിച്ച് കഴിഞ്ഞിട്ടാണോ ഓർമ്മ? ഹരിയുടെ തിരിച്ചുള്ള ആ ചോദ്യത്തിൽ അവളുടെ മുഖം വിളറി. പറയാൻ വന്നത് മറന്നുകൊണ്ട് അവൾ ഹരിയെ നോക്കി. പറയാൻ വന്നത് പറഞ്ഞോളൂ, എന്റെ വല്യച്ഛൻ. നിത്യയുടെ മുഖത്തേക്ക് നോക്കി ഹരി ഒരു ചിരിയോടെ ഓർമ്മിപ്പിച്ചു. ആ, വല്യച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് സാരി ഉടുക്കുന്നതാണ് ഇഷ്ടമെന്ന്. വലിയ മോഡലൊന്നും ഇഷ്ടമില്ലത്, അതുകൊണ്ടാണ് ഞാൻ സാരി ഉടുത്ത ഫോട്ടോ തന്നെ അയച്ചു തന്നത്. നിത്യ പറഞ്ഞു. ഹരി മോളി തോന്നി. അവനത് അവളെ കണ്ട നിമിഷം തന്നെ തോന്നി. സാരി ഉടുത്ത് നടക്കാൻ അറിയാത്തവർ നടക്കുന്ന പോലെ. വേഷം കെട്ടലൊന്നും വേണ്ട. താൻ എങ്ങനെയാണോ അങ്ങനെ അംഗീകരിക്കുന്ന ഒരാൾ, അതല്ല. എന്നാലത്. ഹരിയുടെ ആ വാക്കുകൾ നിത്യയുടെ മുഖം താഴ്ന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, അതൊന്നും നോക്കിയില്ല വല്യച്ഛൻ ഇങ്ങോട്ടെന്നെ കൊണ്ടുവന്നത്. എന്റെ ഇഷ്ടവും ഈ ബന്ധത്തിലില്ല. അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ, ഈ സംസാരത്തോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീട്ടിൽ പോയി എന്റെ അഭിപ്രായം എന്റെ വീട്ടുകാർ വിളിച്ച് പറയും. ഒന്നും ഞാൻ പറയുന്നില്ല, ഞാനായി തന്നെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. നിത്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
ഹാരിയുടെ കടുപ്പിച്ചുള്ള ആ ചോദ്യവും ഭാവവും കണ്ടപ്പോൾ അവൾ ഇരുന്ന് തലയാട്ടി. എന്നാ ശരി, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. അതും പറഞ്ഞിട്ട് ഹരി മുന്നോട്ട് നടന്നു. ഹരി, ഒരു മിനിറ്റ്. പിന്നിൽ നിന്ന് നിത്യ പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. നിത്യ അവന്റെ മുന്നിലേക്ക് നിന്നും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിനയഭാവം അവളുടെ മുഖത്തില്ല. എല്ലാം വരുത്തി കൂട്ടിയതുപോലെ ഒരു ഭാവം. സത്യത്തിൽ ഞാൻ ഒത്തിരി മോഡേനാണ്. ഈ ബന്ധം നടക്കാൻ വേണ്ടി വീട്ടുകാർ പറഞ്ഞ പോലെ നിന്നുവെന്ന് മാത്രം. ഹരി ഈ ബന്ധം വേണ്ടെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ടും ഈ ബന്ധം നടക്കുന്നത് ഹരിയുടെ നല്ലതിനാണ്. മനസ്സിലായില്ല? ഹരി അവളെ നേരെ നിന്നുകൊണ്ട് കണ്ണു ചുരുക്കി ചോദിച്ചു. അവളുടെ നോട്ടവും ഭാവവും സംസാരവും ഒന്നും പിടിക്കാത്ത പോലെ ഒരു നിൽപ്പ് ഹരി നിന്നു. ഹരി എന്നെ വിവാഹം കഴിച്ചാൽ ഹരിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. സ്ത്രീധനമായി കിട്ടുന്ന സ്വർണവും കാശും കൊണ്ട് തന്നെ ഹരി വളരും. പിന്നെ എന്റെ പപ്പയുടെ മരുമകൻ എന്ന ഒരൊറ്റ ലേബൽ കൊണ്ട് ഹരിയുടെ ബിസിനസ് വളരും. എന്റെ ഏട്ടന്റെ അളിയിലാണെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഹരി ബിസിനസ് ലോകത്ത് വളരെ വേഗത്തിൽ ഉയരും. ആ ഉയർച്ച എനിക്ക് വേണ്ട പെങ്ങളെ. എനിക്കൊരു അളിയനുണ്ട്. അകത്തിരിക്കുന്നതിലെ ഒരുത്തൻ എന്റെ ഒരേ ഒരു അളിയനാണ്. അവൻ മതി എനിക്ക്. അവന്റെ സ്റ്റാറ്റസും അഹങ്കാരവും തന്നെ എനിക്ക് അധികം. അവന്റെ പേരിൽ തന്നെ ഷൈൻ ചെയ്യാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് പുറത്തുനിന്നുള്ള അളിയന്മാരൊന്നും എനിക്ക് ശരിയാവില്ല. പോട്ടെ. അതും പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയാനും കേൾക്കാനും നിൽക്കാതെ ഹരി അകത്തേക്ക് നടന്നു. ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ നിശ്ചയത്തിനുള്ള ദിവസങ്ങൾ തീരുമാനിക്കുകയാണ്. ഹരിയുടെ കണ്ണുകൾ റേൻഷൻ നിലനീണ്ടു. ഹരി നോക്കുന്ന കടതം അവൻ പുരികം പോക്കി. ഹരി തോൾ ഉയർത്തി കൈ മലർത്തി. റയാൻ ചിരിച്ചുകൊണ്ട് സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. ലച്ചു കുറച്ചു മാറി നിത്യയുടെ അമ്മയോടും കസിൻസുകളോടും സംസാരിക്കുകയാണ്. ഹരി കയറി വരുന്ന കണ്ട് ലച്ചുവിന്റെ കണ്ണുകൾ അവന്റെ നേരെ നീണ്ടു. അപ്പോഴേക്കും അവന്റെ പിന്നാലെ നിത്യ ഹാളിലേക്ക് കയറി വന്നു. ഹരി നിത്യയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഹരി ചിരിയോടെയാണ് നിൽക്കുന്നതെങ്കിൽ നിത്യ ഒരു കല്ലച്ച ഭാവത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അടുത്ത മാസം 4 നിക്ഷയം ഉറപ്പിക്കാം. നിത്യയുടെ അച്ഛൻ പറഞ്ഞു നിർത്തിയതും ഹരി അയാളെ കണ്ണൊന്ന് നോക്കി. ശേഷം നിത്യ നോക്കി. അവൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലെന്ന് കണ്ടതും ഹരി റയാൻഷെ നോക്കി കണ്ണു കാണിച്ചു. മുഖത്ത് നോക്കി കാര്യം സംസാരിക്കാൻ എന്തിനു പോന്ന ഒരാളിനുള്ളപ്പോ എന്തിനു പേടി? അവൾ സംസാരിക്കാൻ പോയതല്ലേ. അവരുടെ തീരുമാനം പറഞ്ഞിട്ട് മതി. ഡേറ്റ് ഉറപ്പിക്കലും മറ്റും ആദ്യം അവരോട് ചോദിക്കുക, അതിനുശേഷം തീരുമാനിക്കാം. റയാൻഷ് നിത്യയുടെ അച്ഛനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു. എല്ലാവരുടെയും നോട്ടവും ഹരിയിലേക്ക് നിത്യയിലേക്ക് നീണ്ടു. എന്റെ തീരുമാനം ഞാൻ നിത്യയോട് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പറഞ്ഞിട്ട് ഹരി അവിടെ നിന്നും ഇറങ്ങി. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി ഇഷ്ടമായില്ലെന്ന് പറയാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് അവൻ വേഗം ഇറങ്ങി നടന്നു. പിന്നാലെ റയാൻഷും. അതിനു പിന്നിൽ എല്ലാവരെയും നോക്കി ലച്ചുവും. അവളുടെ ഏട്ടന് നിത്യ ഇഷ്ടമായില്ലെന്ന് അവന്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ അവൾ ഉറപ്പിച്ചു. ആ സങ്കടം നിറഞ്ഞ മുഖത്തോടെ തന്നെയാണ് ലച്ചു നിത്യയെ നോക്കിയത്. അവിടെ മുഖം കല്ലിച്ചുകൊണ്ടൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ലച്ചുവിന് റയാൻഷിന്റെ അപ്പച്ചിയാണ് ഓർമ്മ വന്നത്. പിന്നെ ലച്ചു അവളെ നോക്കാൻ പോയില്ല. വേഗം പുറത്തേക്ക് ഓടി. ഹരിയും റയാൻഷും ലച്ചുവും പുറത്തേക്ക് പോയതും മെല്ലടയും നോട്ടം നിത്യയിലേക്ക് നീണ്ടു. നിത്യ മൂക്കവും കയറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ വേഷം കെട്ടി ഓരോത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ടോ മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോയി. മോളെ നിത്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിത്യയുടെ അമ്മ വിളിച്ചു. അവൾ അവരെ ഒന്ന് തുറച്ചു നോക്കി. അപ്പോഴേക്കും ഹരിയുടെ വല്യച്ഛനും വല്യമ്മയും സെറ്റിൽ നിന്നും എഴുന്നേറ്റ് നിത്യയുടെ അടുത്തേക്ക് വന്നു. മോളെ, ഹരി എന്താ പറഞ്ഞത്? നിത്യയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി വല്യമ്മ ചോദിച്ചു. അവൻ എന്നെ ഇഷ്ടമല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ അവന്റെ ഇഷ്ടത്തിന് ഈ വേഷം കെട്ടി ഞാനൊരു കാഴ്ച വസ്തുവായി. നിത്യ വല്യമ്മയെ നോക്കി കണ്ണൊട്ടി പറഞ്ഞതും നിത്യയുടെ അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു. നിത്യ അവളുടെ അമ്മയും അച്ഛനെയും നോക്കി പേടിപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. നിത്യയുടെ ഭാവവും സംസാരവും ഒക്കെ കേട്ട് വല്യമ്മയും വല്യച്ഛനും മകളും മുഖത്തോടെ മുഖം നോക്കി. നേരത്തെ മുഖം താഴ്ത്തി വിനയത്തോടെ നിന്ന പെൺകുട്ടിയല്ല ഇപ്പം മുന്നിൽ നിന്ന് പോയത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വീട്ടിലെത്തി ഹരിയോട് സംസാരിച്ച ശേഷം വിളിക്കാം. വല്യച്ഛൻ നിത്യയുടെ അച്ഛനെ നോക്കി പറഞ്ഞിട്ട് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. നിത്യയുടെ ബഹുമാനമില്ലാത്ത വാക്കുകൾ അദ്ദേഹത്തിന് അത്രയും മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. വല്യമ്മയും മോളും എല്ലാരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഈ ബന്ധമെങ്കിലും നടക്കുമെന്ന് കരുതിയതാ. മറ്റുള്ളതൊക്കെ മുടങ്ങിയാലും പ്രശ്നമില്ലായിരുന്നു. ഈ ബന്ധം മുടങ്ങിയത് നമുക്ക് നല്ലൊരു അടിയായി. അതും പറഞ്ഞിട്ട് നിത്യയുടെ അച്ഛൻ സെറ്റിലേക്ക് ചാരിയിരുന്നു. ഇവൻ വേണമെങ്കിൽ വേണ്ട പപ്പ, ചെറുക്കന്മാരെ കിട്ടാനാണോ പണി? നിത്യയുടെ ഏട്ടൻ ഒട്ടും കൂസാതെ പറഞ്ഞു. അതിന് അയാൾ അവനെ നോക്കി പേടിപ്പിച്ചു. ഇതുപോലൊരു കെട്ട് വേറെ എവിടുന്ന് കിട്ടും? തന്തയും തള്ളയും ഇല്ലാത്ത പയ്യൻ. ഒരു പെങ്ങളുള്ളതിനെ കെട്ടിച്ചു വിട്ടു. അതിന് ശല്യം ഉണ്ടാവില്ല. നാളെ ഇവളുടെ കരിയിരിപ്പ് കൊണ്ട് വലുത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ആരും വരില്ല. അവനെ ഇവിടെ നിർത്താമായിരുന്നു നമ്മുടെ കൂടെ. അവൻ നിത്യയല്ല. നിത്യ അവനെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന തരത്തിൽ. ഇത് നേരത്തെ പറയണ്ടേ? ആ ശബ്ദം കേട്ടതും എല്ലാവരും വാതിൽക്കിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന റയാൻഷിനെ കണ്ടതും നിത്യയുടെ അച്ഛൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അത് നേരത്തെ പറയണ്ടേ മിസ്റ്റർ പ്രഭാകര?
ഇതിപ്പോ ഞങ്ങളൊന്നും കരുതിയിട്ടില്ല. സ്ത്രീധനമായി നിങ്ങൾ ഇങ്ങോട്ട് തരുമെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. ഇതിപ്പോ അങ്ങോട്ട് തരേണ്ട അവസ്ഥയിലാണല്ലോ. അതും പറഞ്ഞിട്ട് റയാൻഷ് അകത്തേക്ക് നടന്നു വന്നത് ഇതുവരെ കാണിച്ച മുഖം ഒരു പൊയ്മുഖമാണെന്ന് റയാൻഷ് തിരിച്ചറിഞ്ഞ വല്ലയ്മ അവിടെ മുഖത്തുണ്ടായിരുന്നു. എന്തായാലും ചർച്ച നടക്കട്ടെ. ജീവിതകാലം മുഴുവനും ഭാര്യ വീട്ടിൽ അമ്മായി അച്ഛനും മളിയനും ഉണ്ടാക്കിയത് തിന്നു മുഴിച്ച് നിങ്ങളെ വാൽ കെട്ടി നടക്കാൻ പറ്റിയ ഏതെങ്കിലും പട്ടികളുണ്ടെങ്കിൽ ഞാനിങ്ങോട്ട് പറഞ്ഞു വിടാം. ഡാ. റയാൻഷിന്റെ വാക്കുകൾ വല്ലാതെ അതിര് കടന്നു കടന്നും നീരജ സെറ്റിലും ചാടി എഴുന്നേറ്റ് റയാൻഷ് നേരെ അലറി. കാറല്ലടാ, നിന്റെ കാറിലൊക്കെ നിന്റെ വീട്ടിലുള്ളവരോട് മതി, അല്ലാതെ എന്നോട് വേണ്ട. എന്തായാലും മെന്റികളിൽ നിങ്ങളെ മകളെ കെട്ടാൻ പോകുന്നില്ല. ഇനി അവന് നിങ്ങളെ മോളെ ബോധിച്ചെങ്കിൽ പോലും ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. അതും പറഞ്ഞിട്ട് സെറ്റിലിരുന്ന കാറിന്റെ കീ എടുത്തുകൊണ്ട് അവൻ നിവർന്നു. നീരജ റയാൻഷിന്റെ മുന്നിലായി വന്നു നിന്നു. എന്റെ വീട്ടിൽ കയറി വന്ന് അങ്ങനെ 4 ഡയലോഗ് അടിച്ച് കൂളായി ഇറങ്ങി പോകാന്ന് നീ കരുതിയോ? കരുതി. എന്തേ, നിനക്ക് തടയണോ? എന്നാ നീ ഒന്ന് തടഞ്ഞു നോക്കടാ. റയാൻഷ് ചുവന്ന് കയറിയ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തിനും തയ്യാറായി നിൽക്കുന്ന പോലെ ഒരു നോട്ടം. അപ്പോഴേക്കും ഹരി അകത്തേക്ക് കയറി വന്നു. കീ എടുക്കാനാന്നും പറഞ്ഞിട്ടും പോന്ന ഒന്നിനെ കാണാനില്ലെന്ന് കണ്ടപ്പോൾ ഓടി വന്നതാണ്. കയ്യിലിരിപ്പ് വെച്ച് വലതും പറയാനോ ചെയ്യാനോ നിന്ന് കാണുമെന്ന് അവനറിയാം. ഈ ബന്ധം ഇവിടെ കൊണ്ട് തീർന്നുവെങ്കിൽ ഇനി നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ല. പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങ് വന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാകുമോ എന്ന് നോക്കാനല്ലേ. എനിക്കിഷ്ടപ്പെട്ടില്ല. അത് ഞാൻ നിത്യയോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇവിടെ തീർന്നു. നീരജിന്റെ മുന്നിൽ നിന്ന് റയാൻഷിനെ ഒരു കൈകൊണ്ട് വലിച്ച് അവരെ നിന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് എല്ലാരെയും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിർത്തി. പിന്നെ അവിടെ നിന്നില്ല. റയാൻഷിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഹരി പുറത്തേക്ക് നടന്നു. പെങ്ങളെ കെട്ടിയവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒരൊറ്റ അങ്ങോട്ട് തന്നാലുണ്ടല്ലോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹരി റയാൻഷിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഹരിയുടെ കയ്യിൽ നിന്ന് കൈ വലിച്ചുകൊണ്ട് റയാൻഷ് മുന്നോട്ട് നടന്നു. ഹരി പല്ല് കടിച്ചിട്ട് മുന്നോട്ട് നടന്നു. വല്യമ്മയും വല്ലച്ചനും അവരുടെ മകളും ഒക്കെ പോയിട്ടുണ്ട്. ലച്ചു കാറിൽ ചാരി നിൽക്കുന്നുണ്ട്. ദേഷ്യത്തോടെ വരുന്ന റയാൻഷിനെയും ഹരിയും അവളൊന്ന് നോക്കി. റയാൻഷ് ലോക്ക് മാറ്റിയതും ലച്ചു കാറിലേക്ക് കയറിയിരുന്നു. എവിടുന്ന് കിട്ടുന്നു നിന്റെ വീട്ടുകാർക്ക് ഇതുപോലെ ഓരോന്നിനെ? ഹരി വണ്ടിയിലേക്ക് കയറിയിരുന്നതും റയാൻഷ് ചോദിച്ചു. അവന്റെ കലി അങ്ങോട്ട് അടങ്ങുന്നില്ല. അറിയില്ല, പെങ്ങൾക്ക് ഒരു പൊട്ടനെ കണ്ടുപിടിച്ചു. ഇപ്പോഴതായിരിക്കും. ഹരി പറയുമ്പോൾ ലച്ചു പിന്നിലിരുന്ന് ചിരിച്ചു. റയാൻഷ് പല്ല് കടിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. നീ ആ പെണ്ണിനെയല്ല, ആ പെണ്ണ് നിന്നെ കേട്ടാനായിരുന്നു പ്ലാൻ. നിന്റെ പെങ്ങളെയും നിന്റെ വീടും ബിസിനസ്സും വിട്ട് അച്ചു വിട്ട് ജീവിച്ച് തീർക്കേണ്ട ഗതി വന്നിരുന്നു. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ റയാൻഷ് പറഞ്ഞു. ലച്ചു ഞെട്ടിക്കൊണ്ട് രണ്ടുപേരെയും നോക്കി. അതിന് കിട്ടുന്നില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ടില്ല. ഏതോ നാടക ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി വന്നവരാണെന്ന് തോന്നും. കുടുംബം മൊത്തം അഭിനയമാണ്. അല്ലെങ്കിൽ നോക്കായിരുന്നു അല്ലേ? റയാൻഷ് കൊള്ളിച്ചു പറയുമ്പോൾ ഹരി അവയെന്ന് നോക്കി. ശേഷം നോട്ടം മാറ്റി. വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് വല്ലച്ചന്റെ കാർ കിടക്കുന്നുണ്ട്. വല്ലച്ചനും വല്ലമ്മയും പുറത്തെടുക്കുന്നുണ്ട്. ഏട്ടന്റെ നല്ലതിനു വേണ്ടി നല്ലൊരു ബന്ധം നോക്കി കണ്ടുപിടിച്ചതാകും. അവർ എങ്ങനെയൊക്കെയുള്ളവരാണെന്നൊന്നും ഇവർ അറിവുണ്ടാവില്ല. അതിന്റെ പേരിൽ ഇവരോടൊന്നും പറയരുത്. കാർ നിർത്തി ഇറങ്ങാൻ നേരം ഹരിയെയും റയാൻഷിനെയും നോക്കി ലച്ചു പറഞ്ഞു. അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എനിക്കിവിടെ മുഖത്ത് നോക്കി 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. കീ ഹരിയുടെ കയ്യിൽ കൊടുത്ത ശേഷം റയാൻഷ് കാറിൽ നിന്നും ഇറങ്ങി. കീ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഹരി ഡോർ തുറന്നിറങ്ങി. ലച്ചു റയാൻഷിനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ വരതും കടുപ്പിച്ചു പറഞ്ഞാൽ പിന്നെ വല്ലച്ചനും വല്ലമേ ഇനിയൊരു കെട്ടുകൊണ്ട് വരില്ലെന്ന് അവൾക്കറിയാം. അതാണ് അവൾക്ക് ഇത്ര പേടിയും.